ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു സൈപ്രോ. നിങ്ങളുടെ ആവശ്യപ്രകാരം കേരള വാട്ടർ അതോറിറ്റി മൈക്രോബയോളജിസ്റ്റ് ക്ലാസ്സുകൾ തുടങ്ങുന്നു. ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങും. അപ്പോൾ ഒരു കാര്യം ആദ്യം തന്നെ പറയട്ടെ, കഴിഞ്ഞ വർഷമാണ് ഈ നമ്മുടെ വാട്ടർ അതോറിറ്റി മൈക്രോബയോളജിസ്റ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നത്. 2024 എക്സാമിനേഷൻ. 25 ജൂൺ ജൂലൈ ആ ഒരു ടൈമിലാണ് റാങ്ക് ലിസ്റ്റ് വന്നത്. അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റ് സ്റ്റിൽ ആക്റ്റീവാണ്. ഓക്കെ, അപ്പോൾ പഠിക്കണം. ഇനി അടുത്ത പ്രാവശ്യം എക്സാമിനേഷൻ വരുമ്പോഴത്തേക്കും പഠിച്ചെടുക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ചെയ്ത് പഠിക്കാം. നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് എന്താണ്? BSc മൈക്രോബയോളജി മതി. MSc ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. BSc മൈക്രോബയോളജി മതി. ചില കുട്ടികൾക്ക് എപ്പോഴും ഒരു സംശയം ഉണ്ടാവും, BSc മൈക്രോബയോളജി ക്വാളിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും ചിലവരിപ്പോൾ BSc സുവോളജിയോ ബോട്ടണിയോ വേറെ എന്തെങ്കിലുമൊക്കെ സബ്ജക്റ്റ് പഠിച്ചിട്ട് MSc മൈക്രോബയോളജി പഠിച്ചവരുണ്ടാവും. അവർ ചിലപ്പോൾ അപ്ലൈ ചെയ്യില്ല. നിങ്ങൾക്ക് എപ്പോഴും അങ്ങനെ BSc ക്വാളിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും ഒരു എക്സാമിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ BSc ആണെങ്കിൽ, BSc മൈക്രോബയോളജി ആണെങ്കിൽ, നിങ്ങൾ MSc മൈക്രോബയോളജി ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ വിത്ത് ഹയർ ക്വാളിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ BSc മൈക്രോബയോളജി തന്നെ വേണമെന്നില്ല. അതായത് നിങ്ങൾ MSc മൈക്രോബയോളജി സ്റ്റുഡൻസ് ആണെങ്കിൽ, അല്ലെ, MSc മൈക്രോബയോളജി കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് BSc മൈക്രോബയോളജി അത്യാവശ്യമുള്ള പോസ്റ്റിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ചിലവർക്ക് അതുപോലും അറിയാനുണ്ടാവില്ല, അതുകൊണ്ടാണ് പറഞ്ഞു തന്നത്. അപ്പോൾ കുറേ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വാട്ടർ അതോറിറ്റി ക്ലാസ് തുടങ്ങുന്നില്ലേ എന്നുള്ള ഇത്. അപ്പോൾ അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൈക്രോബയോളജി BSc പഠിച്ചവർക്ക്, അതുപോലെ തന്നെ MSc പഠിച്ചവർക്ക്, കഴിഞ്ഞ പ്രാവശ്യം ചിലപ്പോൾ എക്സാം എഴുതാൻ പറ്റാത്തവരുണ്ടാവും, ലിസ്റ്റിൽ ഇല്ലാത്തവരുണ്ടാവും, അല്ലെ, പ്രതീക്ഷ ഒട്ടും ഇല്ലാത്തവരുണ്ടാവും. അപ്പോൾ ഇനി വരുമ്പോഴത്തേക്കും നന്നായിട്ട് പഠിക്കാം. അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. ഓക്കെ, സൈപ്രോയിൽ കോഴ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ട് അറിയാലോ. എല്ലാ റാങ്കുകളും തന്നെയും സൈപ്രോയ്ക്കായിരുന്നു. നമുക്കിപ്പോൾ 1, 2, 3 പിന്നെ 5th റാങ്ക്, അങ്ങനെ റാങ്കുകളെല്ലാം തന്നെ സൈപ്രോയ്ക്ക് തന്നെ ആയിരുന്നു മൈക്രോബയോളജിസ്റ്റിൻ്റെ. അത് നിങ്ങൾക്ക് അറിയാലോ, യൂട്യൂബിൽ അത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കുട്ടികളുടെ ഇൻ്റർവ്യൂ ഒക്കെ കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് നേരത്തെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.